ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ചെയ്യാനായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D കണക്ക് ഒരു പുതിയൊരു കിടിലൻ വീഡിയോയിലാണ് വന്നേക്കണം. ഓക്കെ, അപ്പോൾ ഇന്നൊരു കിടുക്കാച്ച വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ വരെയായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ. എന്നാലും എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവത്തുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഇതുവരെയായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കണ്ടുകൊണ്ട് ഇരുന്നിട്ട് ഇതുവരെയായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് ഇതുവരെയായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് വെരി സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ചുമ്മാ സബ്സ്ക്രൈബിലൊന്ന് പുതുക്കിയാൽ മാത്രം മതി, സാധനം സബ്സ്ക്രൈബ് ആയിക്കോളും. ഓക്കെ, പിന്നെ ഇതിനായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാം ഓക്കെയാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സാധനത്തിൻ്റെ സീസൺ 2 ആണ് ഞാൻ കൊണ്ടുവന്നേക്കണേ. ഒരു കിടുക്കാച്ച വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നേക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം എന്തായാലും ഞാൻ എന്തായാലും രാവിലെ തന്നെ എന്തായാലും എണീറ്റിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഒരു 10 മണി 12 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കാറുള്ളത്. ഓക്കെ, കാരണം ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ, അല്ലാതെ എനിക്ക് ഓഫീസിൽ പോണ ദിവസങ്ങളിൽ ഞാൻ എന്തായാലും 10 മണിക്കൊക്കെ എണീക്കുള്ളൂ. അല്ലാത്ത ദിവസം ഞാൻ ചിലപ്പോഴൊക്കെ 1 മണിക്ക് എണീക്കും. കാരണം വെച്ചാൽ ഇത്രയും ക്ഷീണമാണ് കേസ്, ഒടുക്കത്തെ ജോലിയാണ് ഓഫീസിലൊക്കെ. അത് മാത്രമല്ല, ഇന്ന് എന്തായാലും നേരത്തെ എണീറ്റെന്ന് വെച്ചാൽ ഇന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കാണാൻ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ തന്നെ ആയിട്ടൊരു വലിയൊരു മില്യണയർ കണക്കുണ്ട്. ആ ഒരു മില്യണയറിൻ്റെ ഒരു വലിയൊരു ബിസിനസ് മാനും കണക്കാണ് ആ പുള്ളിക്കാരനൊക്കെ. അപ്പോൾ പുള്ളിക്കാരന് തന്നെയുള്ള കമ്പനിയും കണക്കെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. ഞാൻ കാണുന്ന ബിൽഡിങ്ങാണ് പുള്ളിക്കാരൻ്റെ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ബൈക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. ബൈക്കൊക്കെ ഒരു സ്പെഷ്യലായിട്ടുള്ള വണ്ടിയുണ്ട്, അതാണ് ആ ഒരു ബൈക്കൊക്കെ. ആ വണ്ടി ഏതെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും കേസ്. ഓക്കെ, നമ്മുടെ KGF സിനിമയിലുള്ള റോക്കി ബായ് യൂസ് ചെയ്ത റോക്കി ബായുടെ ആ ഒരു വേറെ ലെവലായിട്ടുള്ള KGFൻ്റെ ബൈക്കാണെങ്കിൽ പുള്ളിക്കാരൻ്റെ കയ്യിലുള്ള ഇഷ്ടം പോലെ ക്യാഷ് വെച്ച് ആ ഒരു വണ്ടി ചെയ്യും. പുള്ളിക്കാരൻ ഭയങ്കര കോടീശ്വരനാണ്, എന്തിനാണെങ്കിലും വാങ്ങാമല്ലോ. ഓക്കെ, അപ്പം നമ്മളെ പരിപാടി സ്ഥിരമായിട്ട് എന്താണ് ഇതേപോലെ സ്പെഷ്യൽ വണ്ടികളൊക്കെ വരുമ്പോൾ അടിച്ചു മാറ്റലാണ്. ഓക്കെ, എൻ്റെ ആകെ ഉണ്ടായിരുന്നത് സൈക്കിളാണ്. ഇത് ഫുള്ള് ഞാൻ അടിച്ചു മാറ്റി എടുത്തതാണ്, എല്ലാം കളറൊക്കെ മാറ്റി വെച്ചാണ്. ഓക്കെ, ഞാൻ ഒരു ബാഗൊക്കെ എടുത്ത് വെച്ച്, പിന്നെ വെപ്പൺസൊക്കെ എടുത്ത് വെച്ച് എല്ലാം ഓൾമോസ്റ്റ് സെറ്റാണെങ്കിൽ നമുക്കെന്തായാലും ഇന്ന് GTR എടുക്കാം. ഓക്കെ, GTR എടുത്തിട്ട് ഒരാഴ്ച. ഓക്കെ, ഞാൻ സൂപ്പറാണ് എടുക്കാറുള്ളത്. ഓക്കെ, ഇതേപോലത്തെ ദിവസങ്ങളാണ് ഞാൻ പിന്നെ അടിച്ചു മാറ്റലും നടത്താറുള്ളത്. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മൾ ജോലിയും. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, നമുക്കൊക്കെ എന്തായാലും പുള്ളിക്കാരൻ്റെ ആ ഒരു കമ്പനിയിലോട്ട് പോകും. ഓക്കെ, ഇതാണ് പുള്ളിക്കാരൻ്റെ കമ്പനി, തൊട്ട് ഫ്രണ്ടിലാണെങ്കിൽ ഒരു മില്യണയറിൻ്റെ ആണെങ്കിൽ. ഇതാദ്യം വലിയൊരു പോലീസ് സ്റ്റേഷനായിരുന്നു, അതിനെ പൊളിച്ചിട്ട് അങ്ങേര് വലിയൊരു കമ്പനി ഉണ്ടാക്കി. ഈ സ്ഥലം അങ്ങേര് ഇഷ്ടപ്പെട്ടെന്ന്. ഗൈസ്, നമ്മളിലുള്ള പോലത്തെ സെയിം GTR. ഇവിടെ ഇയാളൊരു കോടീശ്വരൻ തന്നെയല്ലോ, പിന്നെ GTR നമ്മളിലുള്ള പോലത്തെ പക്ക ഒറിജിനലായിട്ടുള്ള പ്യുവർ ഗോൾഡൻ GTR ഇയാളുടെ കാര്യം. ഇതെൻ്റെ സ്വന്തമെന്നല്ല, ഇത് ഞാൻ അടിച്ചു മാറ്റിയാണ്, പക്ഷേ ഇതിപ്പോൾ എൻ്റെ സ്വന്തമാണ്. എൻ്റെ അമ്പോ, ഇയാളിൽ അതേപോലത്തെ സെയിം മോഡലുണ്ട്, നമ്പർ പ്ലേറ്റ് വേറെയാണെന്നേ ഉള്ളൂ. അതേ GTR ഇവിടെ പറഞ്ഞുണ്ട്. അതിനേക്കാളും കൂടിയതും വില കൂടിയതും മോഡിഫൈഡതും പിന്നെ ഫുള്ളി സ്പീഡ് കൂടിയതുമായൊരു മോഡലാണ് ഈ GTR. ഒക്കെ ഇതിന് വന്നേക്കണമെന്ന് വെച്ചാൽ സൂപ്പറായിട്ടുള്ള എൻജിനാണ്. ഓക്കെ, മറ്റേത് V8 എൻജിനാണ്. ഓക്കെ, ഇതിൻ്റെ വേറെ ഏത് എൻജിനാണ്. ഓക്കെ, തുറന്നു നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, മറ്റേത് എനിക്കല്ലാതെ അറിയാം. ഇത് V8 ആണ്, അത് അറിഞ്ഞൂടെ, പക്ഷെ ഒരേ മോഡലാണ്. ഓക്കെ, പിന്നെ ഇവിടെ നോക്കിയാൽ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് ബ്ലാക്ക് കളറിലുള്ള. പിന്നെ ഇവിടെ ഒരു ടൊയോട്ട സൂപ്ര MK5 ഉണ്ട്. ഓക്കെ, എൻ്റെ ഒമ്പോ MK5 ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ Yamaha R15 ആണ്, അതും ഒറിജിനൽ ഗോൾഡാണ്. ഓക്കെ, നമ്മളിലാണെങ്കിൽ ഒരു ഗോൾഡൻ സൈക്കിളുണ്ട്. ഓക്കെ, പക്ഷെ അത് ഒറിജിനൽ ഗോൾഡാണ്. നമ്മളിലുള്ള GTR ഒറിജിനൽ ഗോൾഡാണ്, പക്ഷെ അത് രണ്ടും അടിച്ചു മാറ്റിയതാണ്. ഓക്കെ, സൈക്കിൾ എൻ്റെ ആയിരുന്നു, അതിൽ ഞാൻ ഗോൾഡ് ഒറിജിനലായിട്ട് ഞാൻ ചെയ്തെടുത്തതാണ്. ഓക്കെ, സൈക്കിൾ പക്ഷേ എൻ്റെ സ്വന്തം തന്നെയാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു യെല്ലോ കളർ ഫെറാറി ഉണ്ട്, അതേത് മോഡലാണ് അതെനിക്കറിയില്ല. പിന്നെ ഇവിടെ 2 ഗോൾഡൻ കളറിലുള്ള പോലീസ് വണ്ടി കിടപ്പുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ KTM RC 390 ഉണ്ട്. പിന്നെ നമ്മുടെ കവാസാക്കി നിഞ്ച ZX 10R ഉണ്ട്.
പിന്നെ ഇത് നമ്മുടെ യമഹ R15 റെഡ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു താറുണ്ട്. ഓക്കെ, താറ് നമ്മളതിലുള്ളതാണ്. ഓക്കെ, എൻ്റെ ദൈവം, എന്നാൽ ഇയാളെ 2 GTR ഉണ്ടല്ലോ. അല്ല, നമ്മൾ തപ്പിയുന്ന സാധനം ഇതൊന്നുമല്ല. തപ്പിയുന്ന സാധനം ഇതൊക്കെ മേലെയാണ്. ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഇരിപ്പുണ്ട്. ഇതെന്താണ് താഴെ കൊണ്ടിട്ട്? മുകളിൽ കിടന്നൊരു ഹെലികോപ്റ്റർ ഒന്ന് കറങ്ങണം തോന്നുന്നു. ഞാൻ ദൂരെ നിന്ന് കണ്ടെന്ന് തോന്നുന്നു. നമുക്കിതിൻ്റെ ബാക്കിലൊക്കെ നോക്കാം. ചിലപ്പോൾ ഇവിടെയൊക്കെ വല്ല ഇതും കാണാൻ ചാൻസ് ഉണ്ടായിരിക്കും. ഇവിടെ ആദ്യം ഒരു പോലീസ് സ്റ്റേഷൻ ആയിരുന്നു. അതിനെ പൊളിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. നല്ല വിലക്കാണ് അയാൾ ഈ സ്ഥലം വാങ്ങിച്ചത്. ഓക്കെ, ഇതെന്താണ്? ബാത്റൂമാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ബാക്കിൽ നോക്കിയിട്ട് ഒരു തേങ്ങ കണ്ടില്ല. അവൻ പറഞ്ഞ് ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ്. ഓക്കെ, അയാളെ വീട്ടിലെന്തായാലും അയാൾ വാങ്ങിച്ച് ഇടയ്ക്ക് വെച്ച് ചുമ്മാ പോയിരുന്നു. ഓക്കെ, അപ്പം വീട്ടിൽ പോയപ്പോൾ അയാൾ വീട്ടിലൊക്കെ കയറി ഫുഡൊക്കെ കൊടുത്ത് വലിയൊരു ബുഫേ കൊടുത്ത് കുറേ പൈസ കൊടുത്ത് എന്തൊക്കെയോ തള്ളിയാണ് വിട്ടത്. പക്ഷെ അവിടെ ഒരു സംഭവം കണ്ടിരുന്നാണ് അവൻ പറയണത്. ഓക്കെ, നമുക്കെന്തായാലും അവനൊന്ന് വിളിച്ച് ചോദിക്കാം. ഓക്കെ, ഞാൻ എന്തായാലും അവനൊന്ന് വിളിക്കട്ടെ. ഓക്കെ, നെറ്റ് ഓൺ തന്നെയല്ലേ, നോക്കിയതാണ്. ഓക്കെ, ഞാൻ എന്തായാലും അവനൊന്ന് വിളിക്കട്ടെ. എടാ ഇത് ഞാനാണേ. ഇവിടെ വണ്ടി കിട്ടിയോ? KGF ബൈക്ക്. എടാ, ഇവിടെ ഒരു തേങ്ങയില്ല. ഞാൻ ഇയാളെ കമ്പനിയിലൊക്കെ വന്ന് ഇവിടെ ഫുള്ളായിട്ട് അരിച്ചിറക്കി. അങ്ങനെ വണ്ടി തന്നെ ഫുള്ളായിട്ട് അരിച്ചിറങ്ങി. ഇവിടെ ഒരു വണ്ടിയില്ല. നീ എന്താ ചുമ്മാ ഇറങ്ങാൻ? എടാ, സത്യമായിട്ട് ഉണ്ടറാ, അവിടെ വണ്ടി ഉണ്ടറാ, 100% ഉറപ്പ്. നീ ഒരു കാര്യം ചെയ്യ്, ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയേക്ക്. പറയാൻ പറ്റില്ല, ഒരു വണ്ടി അടിച്ചു പറ്റുമെന്ന് വിചാരിച്ചൊക്കെ മുകളിലൊക്കെ എടുത്ത് വെക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വെക്കാൻ ചാൻസ് ഉണ്ടാ എനിക്കറിഞ്ഞൂടെ, എന്നാലും നീ നോക്ക്. ഓക്കെ, ഞാൻ എന്തായാലും ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഇതിൻ്റെ മണ്ടയ്ക്കും കൂടെ നോക്കാനാണ് പറയണത്. ഓക്കെ, പക്ഷെ ആരും അങ്ങനെ വെക്കാറില്ല. എന്നാലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ചുമ്മാ എന്തിനും ഒരു റെയർ വണ്ടി കളയണം. എൻ്റെ അമ്മോ, അങ്ങേരൊരു കോടീശ്വരൻ തന്നെ. അവനെ വീട്ടിൽ വിളിച്ച് ബുഫേയും കൊടുത്ത് കുറേ പൈസയും കൊടുത്ത് അവനൊരു വണ്ടിയും കൊടുത്ത്. ഏത് വണ്ടിയാണെന്ന് അതെനിക്കറിയണം. അയ്യോ, ഹെലികോപ്റ്റർ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാട്. ഇതിന് മണ്ടയ്ക്കൊരു ഹെലികോപ്റ്റർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ കിടന്ന് കറങ്ങണുണ്ട് ഒരെണ്ണം. ഓക്കെ, നമുക്കെന്തായാലും ഫസ്റ്റ് ടോപ്പിൽ പോകണം. ഓക്കെ, ഇവിടെ ഒരു ഹെലികോപ്റ്റർ കിടപ്പുണ്ട്. ഗൈസ്, ഇവിടെ KGF ബൈക്കുണ്ട്. എടി, അവൻ ചുമ്മാ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇതിൻ്റെ മണ്ടയ്ക്ക് സാധനം കിടക്കണ്. അവനൊന്ന് വിളിച്ചു പറയട്ടെ. എടാ, ഇത് ഞാനാണ്. എടാ, അവിടെ ശരിക്കും അതിൻ്റെ മണ്ടയ്ക്ക് വണ്ടിയുണ്ട്. സത്യമായിട്ടും അവൻ്റെ വണ്ടി ഉണ്ടായിരുന്നു എൻ്റെ മണ്ടയ്ക്ക്. ഓടാ, ഞാൻ ഇവിടെ വന്ന് നോക്കി. ഞാൻ നിനക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചു തരാം. നീ പെട്ടെന്ന് എടുത്തായി. ഓക്കെ, ഷെയർ ടു ഫ്രണ്ട്. ഓക്കെ, എടാ, ഞാൻ അയച്ചിട്ടുണ്ടേ. ശരിടാ. എൻ്റെ അമ്പോ, എന്നാലും അവൻ പറഞ്ഞത് കറക്റ്റായിരുന്നു. എൻ്റെ അമ്പോ, കറക്റ്റ് പക്ക. അതേ ഡീറ്റെയിലിങ്, അതേ ലുക്ക്, അതേ ഡിസൈൻ. എൻ്റെ മോനെ, ഇത് വിഷയം കേട്ടാ. അല്ല, ഒരു സെക്കൻഡ്, നമ്മളങ്ങനെ ഇതിനെ കൊണ്ട് ചാടിക്കും. അയ്യോ, ഇവിടെ കിടക്കുന്ന 2 ഹെലികോപ്റ്റർ നോർമലാണ്. ഇങ്ങനെ ഒരു കാർഗോ ഹെലികോപ്റ്റർ കൂടെ ഇട്ടൂടെ? ഒരു ഐഡിയ ചെയ്യാം. നമുക്കിതിൻ്റെ മണ്ടൊക്കെ എടുത്തങ്ങ് ചാടിക്കാം, അല്ലാതെ വേറെ വഴിയില്ല. അയ്യോ, നമ്മൾ ചാടിച്ച് താഴെ വീട്. ഡെഡായ തീർന്ന്. എൻ്റെ മോനെ, അമ്മച്ചി, താല അടിച്ചു വീണു. എൻ്റെ അമ്പോ, പരിപ്പളവി എൻ്റെ. അയ്യോ, അടിപൊളി. ഇവിടെ പക്ഷെ പോലീസ് നല്ല കേട്ടായിട്ടില്ല. കാരണം വെച്ചാൽ പോലീസ് അങ്ങനെ അവിടെ ആരും ഇല്ലല്ലോ. ഇനി എങ്ങനെ പോലീസ് വരും? എന്തായാലും നമുക്കെന്തായാലും ചെയ്സൊന്നും ഇല്ലാതെ തന്നെ ചുമ്മാ ഒരു വണ്ടി കിട്ടി. ഇത് ഞാൻ വിൽക്കുകയൊന്നുമില്ല, ഇതെൻ്റെ കളക്ഷനിലാണ് വെക്കാൻ പോകുന്നു. യെസ്, നല്ല ബൈക്ക് കേട്ടാ. എനിക്കിഷ്ടപ്പെട്ടു ഈ ബൈക്ക്. ആ ഒരു ഫോട്ടോ എടുത്ത് ചുമ്മാ ഇരിക്കട്ടെ, നമ്മുടെ ഫ്രണ്ടിനെ അയച്ചു കൊടുക്കുക. ഓക്കെ, എനിക്കങ്ങനെ ഒരു വണ്ടിയായി. ഞാൻ പണ്ടേ സിനിമ ഇറങ്ങിയപ്പോഴേ ഒരു മോഹം എനിക്കുണ്ടായിരുന്നു ഈ വണ്ടിയിലൂടെ. അതങ്ങനെ ഫൈനലി അങ്ങനെ നടന്നേക്കാണൊക്കെ. ഈ വണ്ടി ഓടിക്കാൻ പറ്റാത്ത
അടിച്ചു പോയെന്ന്. ഓക്കെ, കുഴപ്പമുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. 2-3 ദിവസത്തേക്ക് ഈ വണ്ടി വെളിയിൽ ഇറക്കണ്ട, എന്നിട്ട് നമുക്ക് വെളിയിൽ ഇറങ്ങി പട്ടിഷ കാണിക്കാം. ഓക്കെ, നമുക്കിപ്പം തൽക്കാലത്തേക്ക് ഈ വണ്ടി നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്ത് വയ്ക്കാം. അയ്യോ, ഈ വണ്ടി കൺട്രോൾ ചെയ്യുന്ന പാട്. അയ്യോ, വെള്ളത്തിൽ വീടല്ലേ. നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ ഇഷ്ടം പോലെ സ്ഥലമൊക്കെ ഉണ്ട്, അവിടെ എവിടെയെങ്കിലും വെക്കാം. തട്ടല്ല, അത് വന്നേക്കെ നമുക്കിതിനെ മണ്ടയ്ക്ക് വയ്ക്കാം. കോമഡി തന്നെ എൻ്റെ കാര്യം. ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ എടുത്ത് എൻ്റെ ഒമ്പോ റോക്കി ബൈയുടെ ബൈക്കല്ലേ, ഏത് സ്ഥലത്തൂടെ ആണെങ്കിലും കയറും. അതെ, സാധാ ബൈക്ക് തന്നെ സുഖമായിട്ട് കയറും. പിന്നെ റോക്കി ബൈയുടെ ബൈക്ക് ഈ വളച്ചെടുക്കാൻ ഭയങ്കര പാട്. അയ്യോ, എൻ്റെ അമ്മോ, ഇതെന്താണ് സ്റ്റണ്ട കാണിച്ചു തരണ? ഓക്കെ ഓക്കെ, ഞാനാണ് അവിടെ ജിമ്മിൻ്റെ ഒരു പോർഷനിൽ വണ്ടി കയറ്റിയിട്ടുണ്ട്. ചില കാരണം ചില ആരെങ്കിലും എടുത്തുകൊണ്ട് വന്നിരിക്കാൻ വേണ്ടി അതുകൂടെ കിടക്കും, കുഴപ്പമില്ല. ഓക്കെ, അയ്യോ സ്ക്രാച്ച് വേണ്ട, വെളിയിൽ ഇറക്കാനേ പേടിയാണ്. ഇത് ഞാൻ ഇവിടെ തന്നെ സ്ഥിരതാമസത്തിന് വയ്ക്കാം. എൻ്റെ കളക്ഷനിൽ എൻ്റെ ഗറാജിൽ കൊണ്ട് വയ്ക്കാം, പൊളിയായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ കാണാറ്. ഗുഡ് ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ഓക്കെ.